ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. ദുർഗയ്ക്കൊപ്പം അവൾക്കൊരു കൂട്ടായി അവൾ കിടക്കുന്ന കട്ടിലിനരികെ പറ്റി ഇരിക്കുകയായിരുന്നു ശാന്തിയക്ക. പെട്ടെന്നാണ് വാതിൽക്കൽ നിൽക്കുന്ന ശ്രീറാമിൽ അവരുടെ മിഴികൾ ഉടക്കിയത്. പതിയെ അവർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ശ്രീറാം എന്തെങ്കിലും ചോദിക്കുമെന്നവർ കരുതി. പക്ഷെ അതുണ്ടായില്ല. അവൻ്റെ കണ്ണുകളിൽ ദയയെ കാണാനുള്ള വ്യഗ്രത മാത്രം. വരും നിമിഷങ്ങളും ആ മുറിയും അവർക്ക് മാത്രമായി വിട്ടു നൽകിയവർ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി. പോകുന്നതിന് മുമ്പേ ശ്രീറാമിനായൊരു പുഞ്ചിരി സമ്മാനിക്കാനും ശാന്തിയക്ക മറന്നില്ല. ശ്രീറാം പതിയെ മുറിയിലേക്ക് കയറി. ദയെ എതിർവശത്തിന് അഭിമുഖമായി ചെരിഞ്ഞു കിടക്കുകയായതിനാൽ ശാന്തിയക്ക പോയതോ ശ്രീറാം വന്നതോ ഒന്നും അറിഞ്ഞിട്ടില്ല. ശ്രീറാം മെല്ലെ കിടക്കയിലേക്കിരുന്ന് ദയയെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുകയാണവൾ. അടഞ്ഞ മിഴിയിമകൾ താണ്ടി ഒഴുകിയൊലിക്കുന്ന മിഴിനീർ കണങ്ങൾ കാണെ ദയ ഉറങ്ങുകയല്ലെന്ന് ശ്രീറാമിന് ബോധ്യമായി. ദുർഗ. അവൻ്റെ നാവ് ചലിക്കേണ്ട താമസം ദയ കിടക്കയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. നിറഞ്ഞ കണ്ണുകൾ ശ്രീറാമിലേക്ക് നീണ്ടു. പിന്നീടവ കുറ്റബോധത്തോടെ താഴ്ന്നു. എന്തു പറ്റി ദുർഗ? ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അരുമയായി തുടച്ചു മാറ്റി ശ്രീറാം തീർത്തും സൗമ്യമായി ചോദിച്ചു. ദയ തേങ്ങി തേങ്ങി കരഞ്ഞതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പറയടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനില്ലേ കൂടെ? ചൂണ്ടുവിരലാൽ ദയയുടെ താടിത്തുമ്പുയർത്തി അവൻ അവളുടെ കലങ്ങിച്ചുവന്ന മിഴികളിലേക്ക് ഉറ്റുനോക്കി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ദയയ്ക്ക് തൻ്റെ ദുഃഖം സഹിക്കാനായില്ല. ഒന്ന് തേങ്ങി അവൾ ശ്രീറാമിൻ്റെ നെഞ്ചിലേക്ക് വീണു. കൈകൾ മുറുക്കത്തോടെ അവനെ വരിഞ്ഞു ചുറ്റി. എന്നോട് എന്ത് പറയണമെന്നറിയാതെ ദയ തൻ്റെ വാക്കുകൾ പാതി വഴിയിൽ നിർത്തി. ഇടവിടാതെ കരഞ്ഞതിനാലാകണം അവൾ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടായി. ഞാനല്ലേ ദുർഗ, തനിക്കെന്നോട് എന്തും പറയാലോ. ഒരു കൈയാൽ ദുർഗയുടെ നെറുകിൽ തലോടി ശ്രീറാം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ കൂടെ വെറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കിച്ചേട്ടൻ എന്നോട് മോശം പറഞ്ഞു ശ്രീയേട്ട. ഒരു കുഞ്ഞിനെ പോലെ വീണ്ടും വിതുമ്പിക്കരഞ്ഞു ദയ. ശ്രീറാമൻ അവളോട് വല്ലാത്ത അലിവ് തോന്നി, പ്രണയം തോന്നി. ഇങ്ങനെ കരയാതെ ദുർഗ, എന്താ കിച്ചു പറഞ്ഞത്? ഒരു വിശദീകരണത്തിനായി വളരെ ആർദ്രതയോടെ അവൻ തിരക്കി. കാര്യങ്ങൾ വ്യക്തമാകാതെ ഒന്നും പറയാനും ചെയ്യാനും സാധിക്കില്ലെന്ന് ശ്രീറാമിന് അറിയാമായിരുന്നു. കാരണം ഇരുഭാഗക്കാരും തനിക്ക് ഏറെ പ്രിയമുള്ളവരാണ്. ജന്മം കൊണ്ടല്ലെങ്കിലും ഒരാൾ തൻ്റെ സഹോദരനും മറ്റൊരാൾ തൻ്റെ പ്രണയവും. പകരക്കാരില്ലാത്ത രണ്ട് വ്യക്തികൾ. ദുർഗയ്ക്ക് വേണ്ടി കിച്ചുവിനെയോ കിച്ചുവിനായി ദുർഗയെയോ തനിക്ക് തള്ളിപ്പറയാൻ കഴിയില്ലെന്ന് അവൻ ഓർത്തു. കൈലാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വാക്കുപോലും നഷ്ടപ്പെടാതെ ദയ ശ്രീറാമിനോടായി പങ്കുവച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീറാം ആകെ തകർന്ന മട്ടായി. ഇത്തരം തരം താഴ്ന്ന രീതിയിൽ കൈലാസ് വാക്കുകൾ ഉപയോഗിക്കുമോ? അവന് വിശ്വസിക്കാനായില്ല. പക്ഷേ ദുർഗ ഒരിക്കലും കള്ളം പറയില്ല, അവൻ ഉറപ്പിച്ചു. ഞാൻ പെട്ടെന്ന് എന്നോടങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, അറിയാതെ അടിച്ചുപോയി. ഹേയ് പോട്ടടോ, സാരില്ല. ദയയെ തൻ്റെ ദേഹത്തു നിന്നും അടർത്തി മാറ്റി അവളെ ആശ്വസിപ്പിക്കാനായി പുഞ്ചിരിയോടെ അവളുടെ കവിളുകളിൽ 2 തട്ട് തട്ടി ശ്രീറാം. താൻ കിടന്നു, ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് എല്ലാം ശരിയാകും. ദയ പതിയെ കിടക്കയിലേക്ക് ചാഞ്ഞു. പുഞ്ചിരിയോടെ തൻ്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ചലിപ്പിക്കുന്ന ശ്രീറാമിനെ അവൾ ഇമകൾ ചിമ്മാതെ നോക്കിക്കിടന്നു. മറ്റാരായിരുന്നാലും ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചേനെ. മുൻവിധിയോടെ അഭിപ്രായങ്ങൾ നിരത്തി തൻ്റെ പ്രവൃത്തിയെ ഇഴകീറി മുറിച്ചേനെ. ഇന്നോളം കണ്ടിട്ടില്ലാത്തവരിൽ നിന്നും എത്രയോ വ്യത്യസ്തനാണിയാൾ. തീർത്തും ഒരത്ഭുതം. എന്താടോ? മിഴികൾ അനക്കാതെ തന്നെ നോക്കിയിരിക്കുന്ന ദയയോടായി ശ്രീറാം ചോദിച്ചു. മറുപടിയായി ദയ ഒന്ന് ചുണ്ടുകൾ വിടർത്തി. അവൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ഇളം കാപ്പി നിറമാർന്ന നേത്രഗോളങ്ങളിലേക്ക് ഉറ്റുനോക്കി പതിയെ കൈയുയർത്തി ആ മിഴികളിൽ തൊടാനാഞ്ഞു. ശ്രീറാം കണ്ണുകൾ ചിമ്മിയടച്ചതും അവൾ കൊതിയോടെ തൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അവൻ്റെ കൺപോളകളെ തഴുകി തലോടി. പിന്നെ ആ കൺപീലികളിലൂടെ വളരെ മൃദുലമായി വിരലുകൾ ഓടിച്ചു. ദയയുടെ സ്പർശനത്തിൽ ശ്രീറാമിൻ്റെ അധരങ്ങൾ മുഴുവനായും വിരിഞ്ഞു. ആ ചിരിയിൽ അങ്ങനെ ലയിച്ചു കിടന്നു ദയ. അവനോടുള്ള അടങ്ങാത്ത അനുരാഗം
ഹൃദയത്തിനിറകളെ ഭേദിച്ച് പുറത്തേക്ക് പ്രവഹിക്കാൻ വെമ്പൽ കൊണ്ടു. കൊതിയോടെ അവൻ്റെ ചുവന്ന അധരങ്ങളിലേക്ക് വിരൽ ചലിപ്പിക്കാനാഞ്ഞതും ശ്രീറാം ദയയുടെ കൈ പിടിച്ചെടുത്ത് അവളുടെ ഉള്ളം കൈയിൽ അമർത്തി ചുംബിച്ചു. ദയയുടെ കണ്ണുകൾ തിളങ്ങി. ഞാൻ ഒരിടം വരെ പോകുക, വേഗം വരാം, അതുവരെ താനൊന്ന് റെസ്റ്റ് എടുക്ക്. കട്ടിലിൻ്റെ കാൽക്കൽ മടക്കിയിട്ട ദയയുടെ പുതപ്പെടുത്തവൻ അവളെ നെഞ്ചോളം പുതപ്പിച്ച ശേഷം പിന്തിരിഞ്ഞു നടന്നു. അത്രയും നേരം മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി ഞൊടിയിടയിൽ മാറി അവിടെ ഗൗരവം നിറഞ്ഞു. ശ്രീറാം പോയ വഴിയെ കണ്ണും നട്ടുകിടന്നു ദയ. കണ്ണുകൾ അടഞ്ഞു പോകവേ അവൻ ചുംബിച്ച തൻ്റെ കൈവെള്ള അപ്പോഴും ഒരു നിധി കാക്കും പോലെ അവൾ തൻ്റെ ഇടം നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. അവനായി മാത്രം തുടിക്കുന്ന കുഞ്ഞു ഹൃദയത്തിലേക്ക് അവൾ ആ ചുംബനം പകർന്നു നൽകി. പടികളിറങ്ങി വരുന്ന ശ്രീറാമിനെ കാണെ കാര്യങ്ങളുടെ കിടപ്പ് വശം അത്ര നല്ലതല്ലെന്ന് ശരണിനും മഹാലക്ഷ്മിക്കും ബോധ്യപ്പെട്ടു. അവൻ്റെ ആ വരവ് കൈലാസിനെ കാണാനാണെന്നും അവർ ഊഹിച്ചു. എങ്കിലും വെറുതെ ഒരു മുഖവുരയ്ക്കായി എവിടെ പോവുകയാണെന്ന് മഹാലക്ഷ്മി തിരക്കി. പ്രതീക്ഷിച്ചതുപോലെ കിച്ചുവിനരികിലേക്ക് എന്ന മറുപടിയും നൽകി അവൻ ധൃതിയിൽ മുന്നോട്ട് നടന്നു. ഞാനും വരാട്ടാ. ശരൺ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞ് ശ്രീറാമിനെ പിന്തുടരാൻ ഒരുങ്ങിയതും അവൻ തൻ്റെ വലത് കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട. പിന്നീടൊരു തുടർ സംഭാഷണത്തിനിട നൽകാതെ അവൻ മുന്നോട്ട് ചലിച്ചു. മലർക്കെ തുറന്നിട്ട് ഉമ്മറവാതിൽ കടന്നകത്തേക്ക് കയറിയ ശ്രീറാം കൈലാസിനൊപ്പം ഇരിക്കുന്ന ഒട്ടും പരിചിതമല്ലാത്ത രണ്ട് മുഖങ്ങളെ കണ്ടൊന്ന് സംശയിച്ചു. പിന്നീട് അവൻ്റെ നോട്ടം വളരെ തീക്ഷ്ണമായി കൈലാസിന് നേരെ നീണ്ടു. കൈലാസ് ആകെ വിളറിപ്പോയി. ദയ എന്തെങ്കിലും വെട്ടി തുറന്നു പറഞ്ഞോ എന്നവൻ ഒരു വേള ഭയപ്പെട്ടു. പക്ഷെ ആരോടുമൊന്നും വിട്ടുപറയുന്ന സ്വഭാവം അവൾക്കില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരേ സമയം അവനല്പം ആശ്വാസവും തോന്നി. മുന്നിൽ നിൽക്കുന്ന അപരിചിതർ ശ്രീറാമിനെ കണ്ട് സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഭവ്യതയോടെ ചിരിച്ച് കൈകൾ കൂപ്പിയപ്പോൾ അതുവരെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കോപത്തെ ഒരു നിമിഷത്തേക്ക് മനഃപൂർവ്വം മറന്നു കളഞ്ഞവനും തിരികെ അവരെ നോക്കി നിറച്ചിരിയോടെ കൈകൾ കൂപ്പി. നാങ്കൽ വന്ന് കൈലാസയുടെ കൊളീഗ്സ്. അവർ ഒരു സൗഹൃദ സംഭാഷണത്തിന് തുടക്കം കുറിച്ചു. ആഹാ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു സർ. അല്പനേരം ഇരുവരും ശ്രീറാമുമായി ഓരോന്നൊക്കെ സംസാരിച്ച ശേഷം പതിയെ യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. അവർ പോയതിൽ പിന്നെ കൈലാസിനാകെ ഒരു വെപ്രാളമായിരുന്നു. ശ്രീറാമിൻ്റെ മുഖത്ത് പോലും നോക്കാൻ അവനെക്കൊണ്ട് കഴിയുന്നുണ്ടായില്ല. എൻ്റെ കൂടെ വാ. കനമേറിയ ശബ്ദത്തിൽ കൈലാസിനോട് കൽപ്പിച്ച് ശ്രീറാം പിന്തിരിഞ്ഞ് നടന്നു. എങ്ങോട്ടേട്ടാ? മിതമായ ശബ്ദത്തിൽ താഴ്മയോടെ കൈലാസ് ചോദിച്ചതിനടുത്ത നിമിഷം ശ്രീറാമിൻ്റെ കണ്ണുകൾ അവന് നേരെ കൂർത്തു. അവൻ്റെ മൂക്കിൻ തുമ്പും കവിളിണകളും ചുവന്ന് കയറുന്നത് കണ്ടപ്പോൾ തന്നെ അവനുള്ളിൽ അലയടിക്കുന്ന കോപം എത്രത്തോളം ഉണ്ടെന്ന് കൈലാസിന് ബോധ്യമായി. എന്താ, എനിക്കൊപ്പം വരാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഏട്ടാ. ഗൗരവത്തോടെ ഒന്ന് മൂളി മുമ്പേ നടന്ന ശ്രീറാമിനെ കൈലാസ് പിന്തുടർന്നു. കാറിൽ ശ്രീറാമിനൊപ്പം ഇരിക്കുമ്പോൾ കൈലാസിൻ്റെ മനസ്സും അതിലുടലെടുക്കുന്ന ചിന്തകളും ആകെ കുഴഞ്ഞു മറിയുകയായിരുന്നു. ഒപ്പം ശ്രീറാമിൻ്റെ നിശബ്ദത. അതാണ് മറ്റെന്തിനേക്കാളുമേറെ അവനെ ഭയപ്പെടുത്തിയത്. ദ ബിഗ് ഹാർട്ട് എന്ന പേര് കൊത്തിയ മതിൽക്കെട്ട് താണ്ടി വാഹനം മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ എവിടേക്കാണ് ശ്രീറാം തന്നെ കൊണ്ടുപോകുന്നതെന്ന് കൈലാസിന് മനസ്സിലായി. പക്ഷേ എന്തിന്? അവൻ്റെ തല പുകഞ്ഞു. പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം നിർത്തി ശ്രീറാം ഇറങ്ങി. പിന്നാലെ കൈലാസും. അഖിലേഷിൻ്റെ ക്യാബിൻ വാതിലിൽ ഒന്ന് തട്ടി അകത്തേക്ക് പ്രവേശിച്ചു ശ്രീറാം. കയറാതെ മടിച്ചു നിൽക്കുന്ന കൈലാസിനെ ഒന്നേ നോക്കിയുള്ളൂ അവൻ. അനുസരണയോടെ കൈലാസും ശ്രീറാമിന് പുറകെ അകത്തേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ നിൽക്കാതെ കിച്ചു, കമോൺ സിറ്റ്. ഒന്നും മനസ്സിലാകാതെ മാനസിക സംഘർഷത്താൽ കൈകൾ കൂട്ടിത്തിരുമ്മി നിൽക്കുന്ന കൈലാസിനെ നോക്കി അഖിലേഷ് പുഞ്ചിരിയോടെ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി ശ്രീറാമിനരികിൽ അഖിലേഷിന് അഭിമുഖമായിരുന്നു. അല്പനേരം അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി. ഓക്കെ ഫൈൻ, ടെൽ മീ, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം? അഖിലേഷ് ശ്രീറാമിനെ നോക്കി. ശ്രീറാം ഒന്ന് നിശ്വസിച്ച് കൈലാസിനെയും. ഉടനടി കൈലാസ് മുഖം കുനിച്ചു കളഞ്ഞു. എനിക്കറിയില്ല അഖി, എന്താണ് ഇവൻ്റെ പ്രശ്നമെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീറാം അസ്വസ്ഥമായി നെറ്റിയൊഴിഞ്ഞു. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിലെ നോവിനാൽ അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു. കിച്ചു, എന്താടോ, എന്ത് പറ്റി തനിക്ക്? അഖിലേഷ് സൗമ്യമായി തിരക്കി. വീണ്ടും മറുപടി മൗനം. കൈലാസ് ഒന്നും വിട്ടു പറയാത്തത് ശ്രീറാമിനെ അലോസരപ്പെടുത്തി. ഞാനിവിടെ ഇരിക്കുന്നത് ഇവന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അഖി. ഞാൻ പുറത്തുണ്ടാവും. ശ്രീറാം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഉടനടി കൈലാസ് ശ്രീറാമിൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. ഏട്ടാ, ഞാൻ. ഒരു നേർത്ത ഗദ്ഗതത്തോടെ കൈലാസ് താൻ പറയാൻ വന്നതെന്തോ പാതി വഴിയിൽ നിർത്തി.
അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശ്രീറാം വല്ലായ്മയോടെ അവനെ നോക്കി. എപ്പോഴത്തെയും പോലെ സഹോദരനോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിന് ആഴങ്ങളിലേക്ക് ആ നിമിഷം വരെ അവനുള്ളിലുണ്ടായിരുന്ന കോപവും വാശിയുമെല്ലാം മുങ്ങിപ്പോയിരുന്നു. എന്താടാ, എന്താ നീ ഇങ്ങനെയൊക്കെ? ദുർഗയോട് നീ എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? കിച്ചു, എന്നെ നീ അത്രയ്ക്ക് തരം താഴ്ന്നവനായിട്ടാണോ കാണുന്നത്? ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം വിറച്ചുപോയി. അവൻ്റെ മിഴികളിൽ നിന്നും ഒലിക്കുന്നത് രക്തമാണെന്ന് തോന്നിപ്പോയി അഖിലേഷിന്. അത്രത്തോളം അവൻ അവൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചിരുന്നു. ഒരു പക്ഷേ അവനേക്കാളേറെ. ശ്രീറാമിൻ്റെ വാക്കുകളിൽപ്പെട്ട് കൈലാസ് നിന്നുരുകി. പറഞ്ഞു പോയ തെറ്റിൻ്റെ കാഠിന്യം താൻ ചിന്തിക്കുന്നതിലും എത്രയോ മുകളിലാണെന്ന് ആ വേളയിൽ അവന് മനസ്സിലായി. പക്ഷേ എങ്ങനെ തിരുത്തും താൻ? മാപ്പ് പറഞ്ഞാൽ തീരുമോ? ഇല്ല, ഒരിക്കലുമില്ല. തൻ്റെ വാക്കുകൾക്ക് അത്രത്തോളം മൂർച്ചയുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരാളുടെ ഹൃദയം കുത്തിക്കീറാൻ മാത്രമുള്ള മൂർച്ചയുണ്ടായിരുന്നു. സോറി ഏട്ടാ, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എല്ലാവരും രിച്ചുവിൻ്റെ പക്ഷം ചേർന്നപ്പോൾ അമ്മ പോലും അവക്കൊപ്പം കൂടിയപ്പോൾ എനിക്ക് അവൻ വിതുമ്പി കരഞ്ഞു. എന്നെ ഇപ്പം ആർക്കും വേണ്ട ഏട്ടാ. എന്നോട് ഇപ്പം ആരും മിണ്ടാറില്ല. ശരൺ എന്നോട് മിണ്ടിയിട്ട് മാസങ്ങളായി. ഓബു ആണെങ്കിൽ ഒന്നും നോക്ക കൂടി ചെയ്യാറില്ല. ഏട്ടനിപ്പോൾ തെച്ചൂടെ മാത്രം മതി. ഒറ്റയ്ക്ക് എനിക്ക് മതിയായി. എല്ലാവരുടെയും മുന്നിൽ ഇൻസൾട്ടഡായി പഠിച്ചു. ഭ്രാന്തെടുക്കുന്നു എനിക്ക്. കൈലാസ് മുടിയിൽ കൈ കോർത്തു വലിച്ചു. എല്ലാം അവള് തെച്ചു കാരണം. അവളിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് സത്യ. അവളെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവളോടൊന്ന് ഉള്ളതൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് സ്പേസ് ഉണ്ടായില്ല. അല്ലെങ്കിൽ അവളതിന് സമ്മതിച്ചിട്ടില്ല. എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ പ്രസൻസ് ഇഷ്ടപ്പെടാത്ത പോലെ മാറി നിൽക്കും. അങ്ങനെയുള്ള അവളെ ഏട്ടനൊപ്പം കണ്ടപ്പോൾ, ഏട്ടനോട് കൂടുതൽ ഇടപഴകുന്നത് കണ്ടപ്പോൾ അവൾക്കെന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോയി. അതുകൊണ്ടാണ് അന്ന് അവൾ ഇഷ്ടമാണോ എന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ അല്ലെന്ന് പറഞ്ഞത്. ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക പോലും ചെയ്യാത്ത അവളെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടുന്നത്? കൈലാസിൻ്റെ വാക്കുകൾ ശ്രീറാമിനെ ഞെട്ടിച്ചു. കൈലാസിൽ നിന്നും നോട്ടം മാറ്റാതെ അവൻ യാന്ത്രികമായി അവൻ്റെ ഇരിപ്പിടത്തിലേക്ക് തന്നെ അമർന്നു. അവനെ കേൾക്കാനായി, അവൻ്റെ സങ്കടങ്ങൾ അറിയാനായി ശ്രീറാം വീണ്ടും അവൻ്റെ വാക്കുകളിലേക്ക് കാതോർത്തു.